സാധുക്കളായിട്ടുള്ള മൃഗങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങി, പിടിച്ചു ഭക്ഷിക്കാം. അപ്പോൾ അത് കാരണം അവർക്ക് ചിലത് വംശനാശം വരാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഇതിനൊരു പോംവഴി കാണുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ ചില മൃഗങ്ങൾ ഇല്ലാണ്ടാവും, അങ്ങനെ ഉള്ളൊരു അവസ്ഥ വരും. അപ്പോൾ ഇതിനെന്താ ചെയ്യുക എന്ന് വെച്ചാൽ അവർ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടിട്ട് സങ്കടം പറയാമെന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മലോകത്തിൽ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഈ രാവിലത്തെ പൂജ കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മുമ്പിൽ കുറേ പക്ഷിമൃഗാദികളും എന്താ നിങ്ങളൊക്കെ ഇവിടെ വന്നില്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് സങ്കടം പറയാനുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഇടയിൽ പ്രബലരായിട്ടുള്ള മൃഗങ്ങൾ സാധുക്കളായിട്ടുള്ള മൃഗങ്ങളെ ഭക്ഷിക്കുന്നു, കുറേ കഴിയുമ്പോൾ വംശനാശം വരും, ഞങ്ങൾ ഇല്ലാണ്ടാവും. അപ്പം അതിനൊരു എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരണം എന്ന് അങ്ങാണോ സൃഷ്ടികർത്താവ് ചെയ്തു തരുന്നത്. അപ്പം അദ്ദേഹം അങ്ങനെ എന്താ ഞാൻ ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചു. ആട്ടെ ഞാൻ കുറച്ച് സാവകാശം തരണം, നിങ്ങൾ അടുത്ത ആഴ്ച വരും, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം 4 തല കൊണ്ടും ആലോചിച്ചു എന്നാണ്. അപ്പോൾ എന്താ വേണ്ടത് ശരിയായത് അദ്ദേഹം അവസാനം അദ്ദേഹം തീരുമാനത്തിലെത്തി. ഇവർക്കൊക്കെ ഒരു നാഥനെ കൊടുക്കണം. ഈ പക്ഷിമൃഗാദികൾക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാഥൻ. അപ്പോൾ ഓരോ ഈശ്വരൻ ദേവീദേവന്മാരെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ഇങ്ങനെ ഇവരെ സംരക്ഷിക്കണം, അതിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ അതിന് ദേവന്മാരോട് ഇവരെ ഭരിക്കാൻ എന്താ പറഞ്ഞത്, അത് അവർ കാരണം അവർ നല്ല മൃഗങ്ങളെ നോക്കിയെടുക്കുമല്ലോ. അപ്പോൾ അവരോട് ദേവന്മാരോടും വരാൻ പറഞ്ഞു. ഇവർ വരാൻ പറഞ്ഞ ദിവസം അവരോടും വരാൻ പറഞ്ഞു. എന്നിട്ട് അവർ ദേവന്മാരെ ഇങ്ങനെ വലിയേറ്റ് നിർത്തിയിട്ട് ഈ പക്ഷിമൃഗാദികളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് അവരെ അതിലേതാ ഇഷ്ടമുള്ള ആളോട്. അപ്പോൾ പക്ഷിമൃഗാദികൾക്ക് വിവേകബുദ്ധി ഒന്നുമില്ല, അവരേതെങ്കിലും ഒരാളെ ചെല്ല് അവർക്ക് വകതിരിവൊന്നുമില്ല, അവരൊരാളെ ചെന്നിട്ട് ഒരിക്കലും ഇത്ര ഇട്ടില്ല. അങ്ങനെ അവർ ഓടിച്ചെന്ന് ഓരോ ദേവന്മാരെ അടുത്ത് പോയി നിന്നു. അപ്പം ചിലത് മാറിപ്പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് വലിയ കൂറ്റൻ ഗണപതിക്ക് ചെറിയ എഴുതിയൊക്കെ വന്നത്. അത് തന്നെ അവർക്ക് അറിയില്ലോ, അങ്ങനെ മാറിപ്പോയി. അങ്ങനെ കഴിഞ്ഞപ്പോൾ അപ്പോഴും ഒരു പ്രശ്നം വന്നു. ഒരു ദേവന്റെ അടുത്തേക്ക് ആരും പോകില്ല. അത് വലിയ അപമാനങ്ങൾക്ക് വെച്ചാൽ ആരും ഒരു മൃഗവും പക്ഷി പോകില്ല. അതൊക്കെ കുബേരനാ ഏറ്റവും സമ്പത്തിന്റെ ദേവതയാണ്. അവരോട് ചോദിച്ചു നിങ്ങളെന്താ വേണ്ട, ഇത് പൈസന്റെ ആളാ, നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് ഒരു 10 റുപ്യയുടെ കിടക്കുന്നുണ്ട്. ഒരു മൃഗം തിരിഞ്ഞു നോക്കില്ല, ഒരു പോത്തായാലും മൃഗായാലും എന്താ സിംഹായാലും അത് നോക്കാണ്ടെങ്കിലും പൂജയാണ്. അപ്പൊ എന്താ വേണ്ടതെന്ന് ഈ ദേവന പ്രശ്നം. അതിന് വേണ്ടിയിട്ടാണ് അത്ര അവസാനം മനുഷ്യനെ ശ്രദ്ധിച്ചത്. മനുഷ്യൻ അവിടെ അങ്ങനെ 10 പൈസ എടുക്കണ്ട. അപ്പൊ അങ്ങനെ നോക്കിത്തോളൂ. അപ്പൊ നരവാഹനം എന്നാ പേര്. അങ്ങനെയാണ് അത്ര മനുഷ്യൻ ആയി ഈ ഇതിന്റെ ദേവത എന്നാണ് അങ്ങനൊരു കഥയുണ്ട്. പറയുമ്പോ അദ്ദേഹം അഷ്ടദിക്പാലന്മാരിൽ ഒരാളാണ്. 12 പ്രദോഷം നോറ്റപ്പോൾ ആണത്ര അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയത്. ശിവൻ അദ്ദേഹത്തിന് ധനത്തിന്റെ ഇതായിട്ട് കൊടുത്തു എന്നൊക്കെയാണ്. നരവാഹനൻ എന്നാണ് പേര്. അല്ല തിരുപ്പതിയിൽ അങ്ങനെയാണോ? മനുഷ്യനാണോ? അവിടെ ഉണ്ടല്ലോ കുബേരസ്വാമി. അവിടെ അങ്ങനെയല്ല, അവിടെ അത് കടം വാങ്ങിയതാ. മഹാലക്ഷ്മിയുടെ വിവാഹത്തിന് അന്നൊക്കെ വരൻ അങ്ങട് കൊടുക്കുക, അങ്ങനെയാണ് അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നിപ്പോ തീരുമാനം കുറച്ചായില്ലേ. അന്നൊക്കെ വരൻ സ്ത്രീകൾക്ക് അങ്ങനെയാണ് രക്ഷയുണ്ട്. അങ്ങനെയൊക്കെ തുറക്കാൻ പൈസ തികയാണ്ടായപ്പോ കുബേരൻ്റെ കുറച്ച് കാശ് വാങ്ങിയെന്നാണ്. എന്നിട്ട് അത് കൊടുക്കാൻ തികയാണ്ട് ഇപ്പോഴും 7 മരയുടെ ഉള്ളിൽ പോയി. മാത്രല്ല ആളറിയാണ്ടിരിക്കാൻ കണ്ണാണത്ര കണ്ണുകൊണ്ട് ഇതുവരെ മറിച്ചിട്ടാണല്ലോ. ഇപ്പോഴും അവിടെ കുബേരന്റെ അവിടെ ഒരു ചടങ്ങുണ്ട് നമ്മുടെ തൃപ്പോക പോലെ. എന്നും ഭണ്ഡാരം കൗണ്ടിങ്ങാ. അതിലൊരു ടാർഗറ്റ് വന്നില്ലെങ്കിൽ ഒരു ഇത്ര സംഖ്യ കണക്കുണ്ട്. ആ കുബേരന്റെ ആൾക്കാർ വന്നിട്ട് ഭഗവാനെ അർത്തി ചങ്ങലക്ക് ഇന്ന് അങ്ങനെ ചടങ്ങ് അവിടെ ഇപ്പോഴും നടക്കണ്ടെന്നാ പറഞ്ഞത്. ഇപ്പോഴും ആ കടം തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് വരണം എന്ന് പറയുന്നത്.